ഇന്നലെ രാത്രിയിലെ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടല്ലോ, എല്ലായിടത്തും വെള്ളം പൊങ്ങി ഉരുള് പൊട്ടി പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കടവഴിയും ടൗണിലും റോഡും ഒക്കെ വെള്ളം നിറഞ്ഞ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ന്യൂസൊക്കെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചും വിഷമിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരാള് അയാളുടെ 2-3 മക്കളുമായിട്ട് ഫുഡ് കഴിക്കാൻ വരാറുണ്ട്, നമ്മുടെ അടുത്തുള്ള ഒരാളാണ്. അപ്പൊ ഇന്നലെ ഈ പറഞ്ഞ മാതിരി അവര് വന്ന് ഫുഡൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് യാദൃശ്യമാണ് എന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. ഇതാ, നിങ്ങളിത് ഇപ്പൊ ഈ കാണുന്ന ഈ വീഡിയോ കണ്ടോ? ഇതിൻ്റെ ഉള്ളില് ആ കൊച്ച് അതിന്റെ ഇളയ കൊച്ചിനെ, അവർ ആഹാരം കഴിച്ചു, അപ്പൻ അവിടുന്ന് എണീറ്റിട്ടില്ല. അപ്പൊ അന്നേരം ആ കൊച്ച് അതിന്റെ ഇളയ കൊച്ചിനെ കൈ കഴുകാൻ വേണ്ടി കൊണ്ടുവന്ന രംഗമാണ്. ഇത് ആരും പറഞ്ഞിട്ടില്ല, അപ്പം പറഞ്ഞു കൊടുത്തിട്ട് ഒന്നുമല്ല. കൈ കഴുകാൻ കൊണ്ടുപോയിട്ട് അവിടെ എത്തുമ്പോ ആ കുഞ്ഞു കൊച്ചിന് വാഷ് ബേസിനിൽ കൈ കഴുകാൻ പൊക്കം എത്തുന്നില്ല. അപ്പൊ അന്നേരം ചേട്ടൻ അവനെ പൊക്കി പിടിച്ചിട്ട് കൈ കഴിക്കുന്ന രംഗം പെട്ടെന്നാണ് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ വേഗം പിന്നെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ഞാനത് പിടിച്ചു. അപ്പൊ ഞാൻ അതിനുശേഷം അവരറിയാതെ ഞാനിത് പിടിച്ചു. അപ്പൊ അന്നേരം ഞാനിങ്ങനെ ഇത് വാച്ച് ചെയ്തുകൊണ്ട് വന്നു. കഴുകിക്കഴിഞ്ഞ് ഇവിടെ വന്ന് അനിയന് പേപ്പർ എടുത്ത് കൈ തുടയ്ക്കാനും കൂടെ കൊടുക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, ഞാൻ അന്നേരം എനിക്ക് നമ്മുടെ പഴയ കാലത്തിലേക്ക് ഞാനൊരു കുറച്ച് സമയം കടന്നുപോയി. നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞനിയന്മാരെയും കുഞ്ഞനിയത്തിമാരെയൊക്കെ നമ്മുടെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ആ കല്ല് തട്ടല് മോനെ ഇവിടെ നോക്കി നടക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്ന നമ്മുടെ ആ ഒരു കുഞ്ഞു കാലം, ചേട്ടന്മാരെ അനിയത്തിമാരെ കയ്യെ പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു കാലം, പോകുന്ന വഴിയിൽ നമ്മുടെ മഷിത്തണ്ട്, മഴക്കാലമാണെങ്കിൽ മഷിത്തണ്ട് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഈ പോകുന്ന കയ്യാലയുടെ സൈഡിൽ കൂടെ ഒക്കെ കാണും, ഇങ്ങനെ കണ്ണുനീർത്തുള്ളി പോകണക്ക് ഇങ്ങനെ ഒരു തണ്ടയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പൊ അത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അനിയന്റെ കണ്ണിന്റെ മേളിൽ കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുക. തണുപ്പുണ്ടോ എങ്ങനെ രസമുണ്ടോ രസമുണ്ടോ. അതേപോലെ അനിയത്തിയുടെ കണ്ണെ കൂടി ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളും വെച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു കാലമൊക്കെ ഞാൻ ഓർത്തു. സ്കൂളിൽ കൊണ്ടുപോകുന്നതും അനിയനെ അനിയത്തിയും തിരിച്ചു കൊണ്ടിരുന്നതും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനിയത്തിയൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയതും കൊണ്ടുവന്ന രംഗമൊക്കെ ഒന്ന് ഓർത്തു നോക്കി. അപ്പൊ ഞാൻ ആ ചേട്ടൻ കൊച്ചിന്റെ ആ അനിയൻ കുഞ്ഞിനോടുള്ള ആ കെയറിങ് കണ്ടപ്പോൾ, ചേട്ടൻ കൊച്ച് അനിയനെ എടുത്ത് കൈ കഴുകിച്ച് കൊണ്ടുവന്ന് ഒരു പേപ്പറൊക്കെ എടുത്ത് കൈയൊക്കെ തുടയ്ക്കാൻ കൊടുത്ത്, അപ്പൊ ആ ഒരു കെയറിങ് ഇന്നത്തെ കാലഘട്ടത്തൊക്കെ നമ്മൾ കാണുന്നതൊക്കെ വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നി. അന്നേരം ഞാൻ കരുതി, ഇന്ന് പലപ്പോഴും ഒരാപത്ത് വന്നാൽ പോലും ഒരു സഹോദരന്റെ വീട്ടിൽ കയറിപ്പോകാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ അപൂർവമാണ് സ്നേഹബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് എനിക്കൊരു ചിന്തിക്കാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും എനിക്ക് തോന്നി. എത്രയോ ആളുകളാണ് നമ്മുടെ കുഞ്ഞുനാളിലെ കാര്യങ്ങളിൽ നിന്നെല്ലാം മറന്നുപോയി ചേട്ടന്റെയും അനിയന്റെയും ചേർത്തിയുടെയും അനിയത്തിയുടെയും ഒക്കെ ആ ബന്ധങ്ങളൊക്കെ വിട്ടിട്ട് എത്രയോ ആളുകളാണ് ഇന്ന് മുഖത്തോട് മുഖം നോക്കിയ എന്നൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കടന്നു പോകുന്നത്. ഈ അടുത്ത ഒരു പൗലോസച്ചായൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി വയനാട്ടിൽ നിന്ന് എന്നെ കാണാൻ കുറച്ച് ദിവസം വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് സംസാരിക്കാൻ ഇടയായ ഒരു സമയത്ത് പുള്ളി എന്നോട് പറയായിരുന്നു, പുള്ളിയുടെ ഒരു സഹോദരൻ പുള്ളിയോട് മിണ്ടുകയായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മളൊക്കെ കടന്നു വന്ന വഴിയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എപ്പോഴാ വലിയ ആളുകളായത്? നമ്മൾ എങ്ങനെയാ വലിയ ആളുകളായത്? നമ്മൾ എന്നതാ വലിയ ആളുകളായത്? എന്തുകൊണ്ടാണ് നമ്മൾ വലിയ ആളുകളായത്? എന്നാ വലുതായിരിക്കുന്നത്? ഇന്നിപ്പം ഈ വലിക്കുന്ന ശ്വാസം നിലച്ചാൽ മണ്ണിൽ പോയില്ലേ, 6 അടി മണ്ണിൽ പോയില്ലേ, അത്രയല്ലേ ഉള്ളൂ. കൂടപ്പിറപ്പൻ രക്തബന്ധത്തോളം വേറെ ഒരു ബന്ധവും വരുമോ? അപ്പം നമ്മളൊക്കെ ആ പണ്ടേ കാലത്ത് സ്കൂളിൽ പോയിരുന്ന കാലത്ത് നമ്മുടെ കൂടപ്പിറപ്പിനെ സൂക്ഷിച്ചു കൊണ്ടു നടന്ന മുതിർന്ന നമ്മൾ ഓരോരുത്തരും കൊണ്ടു നടന്ന ആ ഒരു കാലഘട്ടമൊക്കെ ഇന്നും നമ്മൾ വളരെ ചിന്തയോടെ ഒന്ന് ചിന്തിച്ചാൽ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ കുഞ്ഞു കാര്യങ്ങളുമായിട്ട് സഹോദരങ്ങളുമായിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പഴയ കുഞ്ഞനിയനെ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ആ പഴയ കുഞ്ഞനിയത്തിയെ ഒന്ന് ഓർത്തു നോക്കി, ആ പഴയ നിങ്ങളുടെ ചേച്ചിയെ ഒന്ന് ഓർത്തു നോക്കി. നിങ്ങളെ കൂട്ടിപ്പിടിച്ച് സംരക്ഷിച്ച് ചോറ് വാരിത്തന്ന് ഒക്കത്ത് വെച്ച് കൊണ്ടു നടന്ന് നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി അമ്മ കഴിഞ്ഞ് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ ചേച്ചിയമ്മയെ ഒന്ന് ഓർത്തു നോക്കി. നിങ്ങളുടെ വലിയേട്ടനെ ഒന്ന് ഓർത്തു നോക്കി. നിങ്ങളെ എത്ര കരുതലോടെ സംരക്ഷിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ വലിയേട്ടൻ. ആ കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തിൽ കൂടെ നിങ്ങളുടെ മനസ്സ് ഒന്ന് കടന്നിങ്ങ് വന്നേ. നിങ്ങളൊക്കെ എങ്ങനെ വളർന്നു വന്നവരാ, എന്തൊക്കെ തിന്നും കുടിച്ചും എങ്ങനെ തല്ലിക്കളിച്ചും എങ്ങനെ കൂട്ടായിട്ടും ഡ്രസ്സൊക്കെ ഇട്ടും നമ്മൾ ഒന്നിച്ച് പെരുന്നാളിന് പോയി ഒക്കെ എത്ര സന്തോഷത്തോടെ ഉത്സവത്തിന് പോയി ഒക്കെ വന്നതാ. ഒന്ന് ഓർത്തു നോക്കി.
നഷ്ടപ്പെട്ടു പോയ ബാല്യം തിരിച്ച് നമുക്ക് കിട്ടില്ല. പക്ഷേ അന്ന് നമ്മൾ ഓരോരുത്തരോടും മനസ്സിലുണ്ടായിരുന്ന ആ കരുതലുണ്ടല്ലോ, ആ കരുതൽ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ കോണിൽ എവിടെയൊക്കെയോ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അനിയൻ ഇന്നലെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് തറവാട്ടിലേക്ക് പോയി. അവൻ ഒറ്റയ്ക്കായിരുന്നു. രാത്രി മഴയും ഇതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ചിന്തയൊക്കെ വന്ന് ഞാൻ വേഗം അവനെ ഫോൺ എടുത്തു. നീ എവിടെയാടാ? നല്ലോണം സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കണം, പ്രാർത്ഥിച്ചൊക്കെ കിടന്നുറങ്ങണം, എന്തേലും ആവശ്യം തോന്നിയാൽ നീ എന്നെ വിളിക്കണം. നമ്മുടെ ആ ഒരു സഹോദരനോടും സഹോദരിയോടും നമ്മുടെ ആ കൂടപ്പറപ്പിനോടും നമുക്കുണ്ടായ ആ ഒരു, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കുണ്ടായ ആ ഒരു മനഭാവമില്ലേ, എൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, ഇന്നുണ്ടോ അത്? ഇന്ന് പലയിടത്തും ഇല്ല. അപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യകാരണങ്ങളാൽ അതെല്ലാം നമ്മളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ സൗന്ദര്യ പണക്കത്തിന്റെ പേരിൽ നമ്മൾ മിണ്ടാതെ പറയാതെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു തിരിഞ്ഞു നോട്ടത്തിനും ഒരു ചെറിയൊരു പശ്ചാത്താപത്തിനും നിങ്ങൾക്ക് കൂട്ടിച്ചേരാനും ആ സ്നേഹബന്ധവും സഹോദരബന്ധവും ഊട്ടി ഉറപ്പിക്കാനും ഒരവസരമായെങ്കിലോ, അതാണ് എൻ്റെ ഈ ഒരു ഓർമ്മപ്പെടുത്തലും ഈ വീഡിയോയും.